എന്താ രതികമ്മയുടെ ഇതൊക്കെ? ഞാൻ എന്ത് ചെയ്യാനാ രാജു? രാജുവിന്റെ ചോദ്യം കേട്ടാ തോന്നുമല്ലോ അമ്മായിയോട് ശാന്തി മുഹൂർത്തം ഫിക്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞതാണെന്ന്. അവര് ശാന്തി മുഹൂർത്തോ എന്ത് മുഹൂർത്തോ ഫിക്സ് ചെയ്യട്ടെ, നമ്മൾ തമ്മിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലേ. പിന്നെ രാജു എന്തിനാ ഇങ്ങനെ വാലിന് തീ പിടിച്ചതുപോലെ നിൽക്കുന്നേ? രതിക മാഡം, ഇതൊക്കെ എന്ത് സിമ്പിൾ ആയിട്ടാ പറയുന്നത്. നമുക്കിടയിലും അങ്ങനെ ഒന്നുമില്ലെന്ന് നമുക്കേ അറിയൂ. നമുക്ക് ചുറ്റുമുള്ളവർക്ക് അറിയില്ലല്ലോ. രാജുവിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. ഒരു പുരുഷന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച പെണ്ണിന് നല്ലൊരു ബന്ധം ഇനി ഉണ്ടാവുന്നുള്ള വിഷമല്ലേ? അതെ. എന്റെ പൊന്നു രാജു, ഞാൻ പറഞ്ഞതല്ലേ, അത് ഞാൻ സഹിച്ചോളാം. എനിക്ക് എന്റെ തൊണ്ടിലെ വെള്ളം വറ്റിട്ട് പരവേശെടുക്കുന്നു. ഞാനിത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. ശരി. എന്റെ ദൈവമേ, ഈ ചെക്കന് എന്നോട് ഇഷ്ടം തോന്നാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എന്റെ മുന്നിലൊന്ന് തുറന്നു തരണേ. ഋതുമോളെ, എന്താ അമ്മായി? ഞാനേ ഋതുമോളോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ അമ്മായി? നിങ്ങൾ ഇതുവരെ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ പ്രോപ്പറായിട്ട്. ക്ഷേത്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടല്ലേ ഉള്ളൂ? അതെ അമ്മായി. ആ, എനിക്കറിയായിരുന്നു. എന്റെ ഋതുമോളുടെ വിവാഹം കഴിഞ്ഞ അത് രജിസ്റ്റർ ചെയ്യണം. ദേ, അമ്മായി അതിനുള്ള ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ഋതുമോളും രാജുവും ദേ ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മായി നോക്കിക്കോളാം. എന്താ അമ്മായിക്ക് ഇങ്ങനൊരു പെരുമാറ്റമെന്ന് ഋതുമോള് ചിന്തിക്കുന്നുണ്ടെന്ന് അമ്മായിക്ക് അറിയാം. ഋതുമോളുടെ മനസ്സിലെ രാജുവാണെന്ന് അമ്മായിക്കറിയാം. ഋതുമോൾക്ക് ഒരിക്കലും ദീപകിനെ അംഗീകരിക്കാനാവില്ലെന്ന് കുറച്ച് സമയമെടുത്തെങ്കിലും എനിക്കത് മനസ്സിലായി. നാളെ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് അവൻ മുന്നിൽ വന്ന് നിൽക്കരുത്. ഈ മാരേജ് രജിസ്ട്രേഷൻ നടന്നിട്ടില്ലെന്നറിഞ്ഞ ദീപക് പറയില്ലേ ഈ വിവാഹം നടന്നതായിട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ പ്രതാപൻ എങ്ങാനോ അത് ഏറ്റുപിടിച്ചാലുണ്ടല്ലോ രാജുവിനൊപ്പം നിനക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഒപ്പിടാം അമ്മായി. ആ, ദാ ആപ്ലിക്കേഷൻ. ഒപ്പിടുമോളെ ഇവിടെ. രാജു വന്നല്ലോ. ഇനി രാജു ഒപ്പിടട്ടെ. എന്താ മേഡം ഇത്? അത് രാജു, നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷനാ. നമ്മുടെ മാരേജ് രജിസ്റ്റർ ആയിട്ടില്ലെന്നറിഞ്ഞ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മായി പറയുന്ന. ആ, ആപ്ലിക്കേഷൻ ഒന്ന് തന്നേ മേഡം. ഈ മാരേജ് ആപ്ലിക്കേഷൻ ഫോമില് 2 പേജല്ലേ ഉള്ളൂ. ഇതെന്താ ഒരു അഡീഷണൽ പേജ്? അയ്യോ, അതെങ്ങനെ എനിക്കറിയാം രാജു. ഞാൻ ഫോം വാങ്ങി നിങ്ങൾക്ക് കൊണ്ടുവന്നു. അല്ലാതെ ഇതിനെത്ര പേജുണ്ട്, ഇതിന്റെ ബാക്കി നിയമവശങ്ങൾ എന്താന്നൊക്കെ വക്കീലിനെ അറിയൂ. എനിക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ മാഡം? മാഡം വിഷമിക്കണ്ട, എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. രതിക മാഡം, നമുക്ക് വിവാഹേ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാന്നേ. എന്തിനാ വെറുതെ ഈ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് അംബിക മാഡത്തിനെ രജിസ്റ്റർ ഓഫീസിൽ കയറ്റുന്നത്? ആ, മാഡം ചെല്ല്, ഇത് ഞാൻ നോക്കിക്കോളാം. അല്ല, ആപ്ലിക്കേഷൻ
അതെന്തായാലും സൈൻ ചെയ്ത പേപ്പറല്ലേ, ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്താ ഋതിക മേഡം ഇത്? എന്ത്? ഒരു വെള്ള പേപ്പറിൽ ഋതിക മേഡത്തിന്റെ ഒപ്പ് വാങ്ങിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ചതിയുണ്ട്. ഋതിക മേഡത്തിന്റെ ഒപ്പിനൊപ്പം എന്റെ ഒപ്പം വേണമെങ്കിൽ ഉറപ്പായും ഋതിക മേഡത്തിന്റെ സ്വത്തോ പണമോ കിട്ടാനുള്ള പ്ലാനാണത്. ലോകത്ത് വേറെ ആർക്കും കൊടുക്കില്ല ഈശ്വര ഇങ്ങനൊരു മരുമകനെ. ഇങ്ങനെയുണ്ടോ പണത്തിനൊരാർത്തി? ഇവനെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്റെ കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാത്ത നന്നായി. അല്ലെങ്കിൽ എന്നെ തലക്കടിച്ചിട്ട് അവനത് പണ്ടേ കൊണ്ടുപോയേനെ. പാവൻ രാജു ഹൃതികമോളും എല്ലാരുടെ മുന്നിൽ നാണം കിട്ടത് അവരാ. എന്താ മനുഷ്യ, ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. എന്താ നിങ്ങക്ക് പറ്റിയത്? ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. രാജുവും ഋതികമാടും ഇങ്ങോട്ട് വരൂന്നല്ലേ നമ്മള് കരുതിയത്. അതെ, എന്നാ കേട്ടോ, അവരിന്ന് വരൂല. എനിക്ക് തോന്നണതേ വർമ്മ സാറിന് അവരോടുള്ള ദേഷ്യം മാറിയെന്ന. ഈശ്വര നീ രക്ഷിച്ചു. അല്ലേലും ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ. വർമ്മ സാറിന്റെ മനസ്സ് തങ്കമല്ലേ. അല്ല, ആരാ നിങ്ങളെ വിളിച്ചത്? വർമ്മ സാറാണോ? പിന്നെ ഒന്ന് ഓടിയായിരുന്നു. വർമ്മ സാർ എന്നെ അങ്ങ് വിളിക്കല്ലേ. പിന്നെ ആരാ വിളിച്ചത്? രാജു. ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തം വെച്ചിരിക്ക. കല്യാണം കഴിഞ്ഞ് ദിവസങ്ങളായി ഒന്നിച്ച് താമസിക്കുന്ന അവർക്കെന്തിനാ ഇപ്പൊ ഒരു ശാന്തി മുഹൂർത്തം? ഇതൊക്കെ അവരുടെ സന്തോഷത്തിൽ നടക്കുന്ന ആചാരങ്ങളായിരിക്കുന്നു. ദൈവമേ, അവരുടെ സിഗ്നേച്ചർ കിട്ടിക്കാണോ? അമ്മേ, എന്താ അമ്മേ, കിട്ടിയോ? കിട്ടിയോ അമ്മേ സിഗ്നേച്ചർ? എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? എന്താ അമ്മ ഇത്? അമ്മ അവരുടെ ഒപ്പമായി വരുമെന്ന് ഞാൻ ഫുൾ കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ നിൽക്കുമായിരുന്നില്ലേ? എന്താ അമ്മയെ സംഭവിച്ചത്? നമുക്ക് വിവാഹേ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാന്നേ. അവൻ എന്തെങ്കിലും സംശയം തോന്നി കാണുവാന്നാ എന്റെ പേടി. ഡയറക്റ്റ് ആയിട്ട് ഋതികയെ കൊണ്ട് ഒപ്പിടിക്കാൻ നോക്കാതെ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. ശരിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? അമ്മ പറഞ്ഞതുപോലെ രാജുവിന് എന്തെങ്കിലും സംശയം തോന്നിട്ടുണ്ടെങ്കിൽ ഇനി അവളുടെ ഒപ്പം വാങ്ങാൻ നമ്മൾ ഇത്തിരി പാടുപെടും. നീ പ്രതീക്ഷ കൈവിടാതെ മോനെ. അവരീ രാത്രി ഇവിടെ ഉണ്ടല്ലോ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. രമ്യാണല്ലോ. ഓ, അടുത്ത മാറണം. ഇനിയിപ്പോ ഇവൾക്ക് എന്താ വേണ്ടേ? ചോദിക്കാം. ഹലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ വെറും പൊട്ടി പെണ്ണാണെന്നോ? എവിടെ ഋതിക കെട്ടാൻ നടക്കുന്ന നിങ്ങളുടെ മണക്കൂസം മകൻ? അവനും കൂടെ അറിഞ്ഞോണ്ടാണോ നിങ്ങൾ ഈ വൃത്തിയോടെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ? അംബികമ്മയുടെ ഒന്ന് വിളിച്ച നാവുകൊണ്ടേ എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കല്ലേ. ഈ രമ്യ ആരാണെന്നേ നിങ്ങൾ അമ്മയ്ക്കും മകനും ശരിക്കും അറിയില്ല. രമ്യേ, മതി നിർത്ത്. നീ ആദ്യം കാര്യം എന്താന്ന് പറ. അവരൊരു സത്യവാ സാവിത്രി. നിങ്ങക്ക് കാര്യം എന്തോന്ന് അറിയില്ലല്ലേ? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ രാജുവിന്റെ വീടിന്റെ പരിസരത്ത് ആരും കാണാതെ ഒളിച്ചും പാത്തും ഞാൻ കൊതുകടി കൊണ്ട് നിൽക്കുന്നതേ
നിങ്ങൾക്കും നിങ്ങളുടെ മകനും കൂടെ വേണ്ടിയിട്ടാ. അല്ലാതെ എനിക്ക് വേണ്ടി മാത്രമായിട്ടല്ല. നിങ്ങൾ അവിടെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറി വരണോ അതോ നിങ്ങളെ ശാന്തി മുഹൂർത്തം നിർത്തുന്നോ? ഓ, അതാണോ രമ്യയുടെ പ്രശ്നം? രമ്യേ, നീ ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്ത് കേക്കാൻ? എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ മകനുവേ ഈ ശാന്തി മുഹൂർത്തം പ്രശ്നമായിരിക്കില്ല. പക്ഷെ എനിക്കത് പ്രശ്നമാ. ദേ പെണ്ണെ, വെറുതെ കിടന്ന് തുള്ളാതെ ഞാൻ പറയുന്ന ആദ്യം നീ കേൾക്ക്. അവര് കട്ടിലും നിലത്തുമായിട്ട് രണ്ടായിട്ടാണ് കിടപ്പെന്ന് ആദ്യം നീയല്ലേ എന്നോട് വിളിച്ച് പറഞ്ഞത്? ആ അതെ. അത് തെളിയിക്കാൻ ഒരു വഴി. അത്രേ ഞാൻ ഈ ശാന്തി മുഹൂർത്തം കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. രാജുവിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ലേ? അവൻ അവന്റെ യജമാനത്തെ സേഫ് ആക്കണമെന്ന ഒറ്റ ചിന്തയിൽ മാത്രമാ ജീവിക്കുന്നത്. പക്ഷെ അവളുടെ മനസ്സിലിരിപ്പ് അങ്ങനെയല്ലല്ലോ. നിനക്കിപ്പോ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പ്രതാപന്റെ മുന്നിൽ തെളിയിക്കണോ അതോ വേണ്ടയോ? വേണം. എങ്കി നീ കോള് കട്ട് ചെയ്തിട്ട് പോയി സമാധാനമായിട്ടിരിക്കെ. എനിക്കല്പം സ്വസ്ഥത താ. എനിക്കൊന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയം താ. എന്താ അംബിക മാഡത്തിന്റെ പ്ലാൻ? എന്റെ കയ്യിലെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഡിവൈസ് ഉണ്ട്. ഞാനത് ഋതികയുടെ റൂമിൽ ഒളിപ്പിച്ചു വെക്കും. അവര് സംസാരിക്കുന്നതെല്ലാം ആ ഡിവൈസിൽ റെക്കോർഡാവും. അവരെന്തായിരിക്കും സംസാരിക്കുന്നതെന്ന് നിനക്ക് ഊഹിക്കാലോ. നാളെ ഞാൻ റെക്കോർഡായ വോയിസ് പ്രതാപനെ കേൾപ്പിക്കും. അതോടെ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു വരും. രാജുവും ഋതികയും തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമില്ലാന്ന് പ്രതാപന് മനസ്സിലായാ പിന്നെ നിന്റെയും ദീപകിന്റെയും പ്രശ്നങ്ങളൊക്കെ തീരും. എല്ലാം ഓക്കെ ആണോ? എന്നാലും ഈ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞ് മുറിയൊക്കെ അലങ്കരിച്ച് പാലും പഴമൊക്കെ കൊടുത്താലേ അവര് അരുതാത്ത എന്തെങ്കിലും ചെയ്യോ? ശരി, നിന്റെ സമാധാനത്തിന് ചെറിയൊരു ഡോസ്. ഉറങ്ങാനുള്ള ടാബ്ലറ്റ് ഞാൻ അവര് കുടിക്കുന്ന പാലിൽ ചേർത്തോളാം. ഉറങ്ങുന്നത് വരെ അവര് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് വേണ്ട തെളിവുകളായിരിക്കും. അതെനിക്ക് ഉറപ്പാ. ശരി അംബിക മാഡം. ദീപകേ, ദാ പിടിക്ക്. ശേഖരേട്ടാ, എല്ലാം ഓക്കെ അല്ലേ? അതെ. യാമിനി, നീ ഒരു കാര്യം ചെയ്യ്. ഋതുമോൾ ഒരുങ്ങിക്കഴിഞ്ഞോ നോക്ക്. ഞാൻ രാജുവിന്റെ അടുത്തേക്ക് ചെല്ലാം. ശരി, വാ. അമ്മേ, അച്ഛാ, ഈ അമ്മ അച്ഛനും ഇത് എവിടെ പോയി? ആ, ഋതുചേച്ചിയുടെ മുറിയിലുണ്ടാവൂന്നല്ലേ പറഞ്ഞേ? ഹായ്, എന്ത് രസാ. അല്ലെങ്കിൽ വേണ്ട, മുറിക്കകത്തേക്ക് കേറണ്ട. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അമ്മായി എങ്ങാനും കണ്ടാ പിന്നെ അത് മതിയാവും അമ്മായിക്ക് ഉറഞ്ഞു തുള്ളാൻ.
ഇതൊന്നും വേണ്ടായിരുന്നോ? എത്ര വേഗത്തിലാ ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകുന്ന. ഓരോ ദിവസം കഴിയും തോറും ചുറ്റുമുള്ളവരുടെ മുമ്പില് ഋതിക മാഡം ഞാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുക. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആലോചിക്കുമ്പോ എനിക്ക് രാജു, ഋതിക മാഡം ഡോറ് ലോക്ക് ചെയ്ത് എന്തിനാ? എന്തിനാ രാജു ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? കിടക്കുന്നതിന് മുൻപ് എന്റെ ഡോർ ലോക്ക് ചെയ്യാറുള്ളതല്ലേ? അല്ല, ഈ പൂക്കളുടെ മണവും ഇവിടെ റൂം സ്പ്രേ ഒക്കെ അടിച്ചിരിക്കുന്നോടെ എനിക്ക് എന്തോ പോലെ. മാഡം ആ ഡോർ തുറന്നിട്. നന്നായി. ശാന്തി മുഹൂർത്തം പറഞ്ഞ് ഇത്രയും അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ട് റൂം തുറന്നിട്ടാ അവരെന്ത് വിചാരിക്കും? അല്ല, രാജു എന്തിനാ നിൽക്കുന്നേ? എനിക്ക് ഇവിടെ ഇരിക്ക്. വേണ്ട മാഡം, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ രാജുവിന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. രാജു എന്തിനാ ഇങ്ങനെ വിയർക്കുന്നേ? അത് ഈ ചൂട്. ചൂടോ? AC നല്ല കൂളിംഗിലാണല്ലോ ഉള്ളത്. പാൽ കുടിക്ക്. മാഡം, എനിക്ക് പാലൊന്നും വേണ്ട മാഡം. ഋതിക മാഡം പോയി കിടന്ന് ഉറങ്ങിക്കോ. ആ പാലെടുത്ത് കുടിച്ചോ. അപ്പോ രാജുവിന് ഉറങ്ങണ്ടേ? വേണ്ട മാഡം, എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരുമ്പോ ഞാൻ ഉറങ്ങിക്കൊള്ളാം. രാജു, എന്താ മാഡം? തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ രാജു എന്റെ കഴുത്തിൽ താലി ചാർത്തിയതാണെന്ന് ഞാൻ നുണ പറഞ്ഞതാണെങ്കിലും അതിപ്പോ എല്ലാരും വിശ്വസിച്ചു കഴിഞ്ഞു. എല്ലാവരും അംഗീകരിച്ചും തുടങ്ങിയിരിക്കുന്നു. ആ നുണ നമുക്ക് സത്യാക്കിക്കൂടെ? നമ്മുടെ രണ്ടാളുടെയും നാളുകൾ തമ്മിലുള്ള ചേർച്ചയും പൊരുത്തമൊക്കെ നോക്കി ശാന്തി മുഹൂർത്തം തീരുമാനിച്ചിരിക്കുന്ന രാത്രിയേത്. നമ്മളൊന്നാവുന്നതിൽ ആർക്കും എതിർപ്പില്ല രാജു. നമുക്ക് ഒന്നായിക്കൂടെ? അത് ഋതിക മാഡം, ഞാൻ രാജു ഒന്നും പറയണ്ട. രാജുവിന് പുതുതായി ഒന്നും പറയാനും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. രാജുവിന്റെ കണ്ണുകൾ എന്നോട് സംസാരിക്കട്ടെ.